ഇതാണ് പൽവേലി അല്ലെങ്കിൽ പല്ലുവേദന ചെടി എന്നൊക്കെ പറയണ ഔഷധ ചെടി. നിങ്ങൾ പറമ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പറമ്പുകളിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ്. കളയിട്ട് ഇങ്ങനെ നമ്മ പറമ്പിലൊക്കെ കാണും. ഇത് നമ്മൾ പറിച്ചൊക്കെ കളയും. പക്ഷെ നമുക്കിത് പല്ലുവേദനക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെടിയാണ്. പല്ലുവേദന, മോണയുടെ അസുഖങ്ങൾ, പിന്നെ പുളിപ്പ്, പല്ലിന് പുളിപ്പ്, കേടുവരലൊക്കെ ഇല്ലേ, അതിനൊക്കെ നമ്മ ഈ പല്ലുവേദന ചെടിയുടെ ഈ മുട്ടുകളുണ്ടല്ലേ, അത് നമ്മ ഇങ്ങനെ വായിലിട്ട് ചവച്ചരച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വായിലിട്ട് ചവച്ചരച്ചിട്ട് നമുക്ക് തുപ്പിക്കളയുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഔഷധ ചെടിയാണിത്. നിങ്ങൾക്ക് പലർക്കും ഇതറിയില്ല ഇതെന്തിനാ ഉപയോഗിക്കണേന്ന്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറമ്പിലൊക്കെ നിറച്ചായിരുന്നു. ഇന്നിപ്പോൾ അന്യം നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കണേന്ന്. കാരണം നാളുകൾക്ക് പറമ്പുമില്ല, ഉള്ള പറമ്പിലെ പുല്ലും എല്ലാവരും പറിച്ച് കളയണേണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇതിൻ്റെ ഈ മുട്ടുകളുണ്ട, ഈ മുട്ടുകൾ നമ്മൾ വായിലിട്ട് ഇങ്ങനെ ചവച്ചെടുക്കാം. ഇതിന് ഒരു എരിവ് അങ്ങനെയുള്ള രസമാണുള്ളത് കേട്ടാ. ഒരു എരിവ് വെക്കാം. നമുക്ക് കഴിച്ചെന്ന് വിചാരിച്ചും കുഴപ്പമില്ല. പക്ഷേ പല്ലിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നും പല്ലിനുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ പല്ല് വേദന, പിന്നെ പല്ലിൻ്റെ പുളിപ്പ്, മോണയുടെ അസുഖങ്ങൾക്കൊക്കെ, മോണേന്നൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ വരില്ല, അതിനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്ക്. നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരു കീടനാശിനിയൊക്കെ ആയിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്യാൻ പറ്റിയതാണ് ഈ ചെടിയുടെ ഇലകൾ. നമ്മൾ ഈ ചെടിയുടെ ഇലയും ശീമക്കൊന്നയുടെ ഇലയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യമൊക്കെ കുറയും. അപ്പം ഇനി ഈ ചെടിയൊക്കെ നമ്മൾ ചട്ടിയിലെങ്കിൽ നട്ടുപിടിപ്പിക്കുക. കാരണം കണ്ടില്ലേ, ഇതേപോലെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. അപ്പം നമുക്ക് ചട്ടിയിലെങ്കിലും നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വലിയ പരിചരണവും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഒരുപാട് ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കണവരാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു ചട്ടിയിലെങ്കിലും നമുക്ക് ഈ ചെടി നട്ടുപിടിപ്പിക്കാം. പിന്നെ പറമ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് മുളച്ച് നിൽപ്പുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കണേന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള ഔഷധ ചെടികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.